ദൈവത്തിന് സ്തോത്രം. കർത്താവും ശിഷ്യന്മാരും ഗലീലാക്കടലിലൂടെ ഒരു ചെറിയ പടകിൽ യാത്ര ചെയ്തപ്പോൾ കൊടുങ്കാറ്റും തിരമാലകളും ഉണ്ടായതും പടകിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്ന ക്രിസ്തുവിനെ വളരെ ഭയഭ്രാന്തരായി ശിഷ്യന്മാർ വിളിച്ചുണർത്തിയതുമൊക്കെ മർക്കോസ് 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും പ്രതികരണങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു ശാസനയുടെ സ്വരത്തിലായിരുന്നു ശിഷ്യന്മാരോട് ക്രിസ്തു പ്രതികരിച്ചത്. നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപകട പ്രതിസന്ധികളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ശിഷ്യന്മാരോട് ക്രിസ്തു ചോദിച്ച ഈ ചോദ്യം വിശ്വാസ ജീവിതത്തിൻ്റെ മർമ്മവും അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നുമാണ്. നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ജീവിത പ്രതിസന്ധികളെ ഭയത്തോടെയല്ല, വിശ്വാസത്തോടെ നേരിടണമെന്നാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഈ സംഭവത്തിലൂടെ പഠിപ്പിച്ചത്. കലിതുള്ളുന്ന കടൽ കണ്ട് ശിഷ്യന്മാർ ഉറക്കെ കരഞ്ഞു വിളിച്ചപ്പോൾ ക്രിസ്തു ഉറങ്ങുകയായിരുന്നു. പ്രതിസന്ധികൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ ശാന്തമായ ഉറക്കം വളരെ ശ്രദ്ധേയമാണ്. ഉണർന്ന് ഇളകി പറയുന്ന കടലിനെ കണ്ടപ്പോഴും കർത്താവിൻ്റെ മുഖത്ത് തികഞ്ഞ ശാന്തതയായിരുന്നു. പ്രകൃതി നിയമങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവിനെ ഒന്നും ഭയപ്പെടുത്തുകയോ അത്ഭുതപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അവൻ്റെ ആജ്ഞ അനുസരിക്കാത്ത യാതൊരു പ്രകൃതി ശക്തിയുമില്ല. അതുകൊണ്ടായിരുന്നു കർത്താവിൻ്റെ മുഖത്തെ ശാന്തത. പ്രതികൂലതയുടെ തിരമാലകൾ ആർത്തിരമ്പുമ്പോൾ അവയ്ക്കുമേൽ അധികാരമുള്ള കർത്താവ് നമ്മുടെ പടകിൽ, നമ്മുടെ സ്വന്തം ഹൃദയ പടകിൽ ഉള്ളതുകൊണ്ട് നമ്മളൊരിക്കലും ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്. മകൻ അബ്ശലോമിനെ ഭയന്ന് ഒളിച്ചോടി കാട്ടിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ദാവീദ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ ജീവിതം അപകടത്തിൻ്റെ നിഴലിലാണ്. പക്ഷേ ഞാൻ ഈ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം കർത്താവാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ക്രിസ്തുവിൻ്റെ മനോധൈര്യത്തെ കീഴടക്കാൻ കൊടുങ്കാറ്റിന് കഴിഞ്ഞില്ല. അതിന് ക്രിസ്തു അനുവദിച്ചതുമില്ല. കൊടുങ്കാറ്റും തിരമാലകളും വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ അധികാരത്തെയും അതീന്ദ്രിയ ശക്തിയെയും വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ കൊടുങ്കാറ്റ് ശിഷ്യന്മാരെ കീഴടക്കിക്കളഞ്ഞു. അവരുടെ വിശ്വാസത്തെയും പ്രത്യാശയുമൊക്കെ അടിതെറ്റിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും അവർ കൊടുങ്കാറ്റിൽ പതറിപ്പോയി. മരണം, നഷ്ടം, രോഗം, ഒറ്റപ്പെടൽ തുടങ്ങിയ ജീവിത കൊടുങ്കാറ്റുകൾ ഇയ്യോബിൻ്റെ മേൽ ആഞ്ഞടിച്ചപ്പോഴാണ്
അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉറച്ച അടിത്തറ വ്യക്തമായത്. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ ഇയ്യോബിൻ്റെ മുമ്പിൽ പ്രതികൂലതയുടെയും പ്രതിസന്ധികളുടെയുമൊക്കെ കൊടുങ്കാറ്റുകൾ കീഴടങ്ങി. ജീവിതത്തിലെ ദുരന്ത കൊടുങ്കാറ്റിൽ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്ന ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ തല ഉയർത്തി തന്നെ നിൽക്കണം. ഭൗതിക അടിസ്ഥാനത്തിൽ പണിതുയർത്തിയ മനുഷ്യാലയങ്ങളുടെ പ്രതിരോധക്ഷമ പരിശോധിക്കപ്പെടുന്ന അവസരങ്ങളാണ് ജീവിത കൊടുങ്കാറ്റുകളെന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. മത്തായി 7-ാം അധ്യായം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ജീവിത ദുരന്തങ്ങളും പ്രതികൂലതകളും ഭീഷണി ഉയർത്തിയപ്പോൾ വിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? 27-ാം സങ്കീർത്തനം. ജീവിത കൊടുങ്കാറ്റ് നമ്മെ കീഴടക്കാനും വിശ്വാസം അടിപതറാനുമൊന്നും നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവിൽ മനസ്സുറപ്പിച്ച് തല ഉയർത്തി ചെറുത്തു നിൽക്കണം. ദൈവം കൂടെയുള്ളവർ ഒരു വലിയ സൈന്യമാണ്. അവരെ തോൽപ്പിക്കാനും കീഴടക്കാനും മനുഷ്യർക്കോ നിഷേധശക്തികൾക്കോ ജീവിത പ്രതിസന്ധികൾക്കോ ഒരിക്കലും കഴിയില്ല. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുടെ മുമ്പിൽ കൊടുങ്കാറ്റും തിരമാലകളും ശാന്തമാകും, കീഴടങ്ങും. ഇപ്പോൾ പ്രതികൂലതകൾക്കും പ്രതിസന്ധികൾക്കും മുമ്പിൽ കീഴടങ്ങിയ അവസ്ഥയിലാണോ നിങ്ങൾ? ഭയവും നിരാശയും നിസ്സഹായതയും ശൈത്യക്കൊടുങ്കാറ്റായി മനസ്സിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണോ? കർത്താവിൻ്റെ വാക്കുകളിലേക്ക് മനസ്സ് തിരിച്ചാൽ വികാരക്കൊടുങ്കാറ്റുകൾ ശാന്തമാകും. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പ്രകൃതി നിയമങ്ങൾ ചിട്ടപ്പെടുത്തിയ കർത്താവിൻ്റെ വാക്കുകളാണ് തിരുവചനം. സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ചാലകശക്തിയാണത്. തളർന്ന മനസ്സിനെ തൊട്ടുണർത്തുന്ന ജീവൻ്റെ ശബ്ദമാണ് തിരുവചനം. അത് വായിക്കുകയും ധ്യാനിക്കുകയും
വിശ്വാസത്തോടെ പറയുകയും ചെയ്യുമ്പോൾ പ്രതികൂലതയുടെ കൊടുങ്കാറ്റുകൾ നിലയ്ക്കും, സാഗരം ശാന്തമാകും. നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ദൈവമേ, ജീവിത സംഘർഷങ്ങളെ കണ്ട് ഭയപ്പെടാതെ ഞങ്ങളുടെ കൂടെയുള്ള, ഞങ്ങളോടൊപ്പം വസിക്കുന്ന ഇമ്മാനുവേൽ ദൈവത്തെ വിളിക്കുവാനും ആശ്രയിക്കുവാനും ആത്മധൈര്യത്തോടെ ചുവട് വയ്ക്കുവാനുമുള്ള വിശ്വാസസ്ഥിരതയും പ്രത്യാശയും തന്ന് നാഥ ഞങ്ങളെ ഉറപ്പിക്കണമെന്ന് വിശ്വാസത്തിൻ്റെ നായകനായ യേശു കർത്താവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.